ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. എൻ്റെ പേര് അശ്വതി. അപ്പോൾ ഞാൻ യൂട്യൂബ് സ്റ്റാർട്ട് ചെയ്തിട്ട് 6 മാസമായിരിക്കുകയാണ്. അപ്പം ഇത്രയും ഒരു ഗ്യാപ്പിനുള്ളിൽ ഞാൻ എന്തെല്ലാം കാര്യങ്ങൾ പഠിച്ചു, എൻ്റെ എക്സ്പീരിയൻസ് എന്തായിരുന്നു എന്നതൊക്കെ പുതിയ യൂട്യൂബേഴ്സിന് ഒരു ഇൻഫോർമേറ്റീവ് ആവാൻ വേണ്ടിയിട്ട് ഞാൻ ചെയ്യുന്നൊരു വീഡിയോ ആണിത്. അപ്പോൾ ആദ്യം തന്നെ എന്നെ സബ്സ്ക്രൈബ് ചെയ്ത ആൾക്കും എൻ്റെ വീഡിയോസൊക്കെ ഷോർട്ട് വീഡിയോസൊക്കെ ഇഷ്ടമാണെന്ന് പറഞ്ഞ ആൾക്കും ഞാൻ ഭയങ്കര ഒരു താങ്ക് യു പറയുകയാണ് നിങ്ങളുടെ സപ്പോർട്ടിന് വേണ്ടിയിട്ട്. അപ്പം ഞാൻ ഭയങ്കര ഗ്രേറ്റ്ഫുള്ളാണ്, ഭയങ്കര സന്തോഷമുണ്ട് അങ്ങനത്തെ കമൻസൊക്കെ കണ്ടപ്പോൾ. കാരണം ഞാൻ ആരാണെന്നൊന്നും അറിയാത്ത ആളുകൾ എൻ്റെ വീഡിയോസ് കണ്ട് ഇഷ്ടപ്പെട്ടിട്ട് ഇങ്ങനെ ഒരു പോസിറ്റീവ് കമൻറ്റ് തന്നതിൽ ഞാൻ ഭയങ്കര ഹാപ്പിയാണ്. അപ്പം എല്ലാ തുടക്കക്കാരെയും പോലെ ഞാനും യൂട്യൂബ് സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് ഒരുപാട് റെഫറൻസുകൾ എടുത്തിട്ടുണ്ടായിരുന്നു. എങ്ങനെയാണ് ചെയ്യേണ്ടത്, നമ്മൾ എന്തൊക്കെയാണ് കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടത് എന്നുള്ളതിനെ പറ്റിയിട്ടൊക്കെ ഞാൻ ഒരുപാട് ചാനൽസ് ഇങ്ങനെ, ഒരു പർട്ടിക്കുലർ ചാനൽ മാത്രമല്ല ഒരുപാട് ചാനൽ ഞാനിങ്ങനെ കയറി സെർച്ച് ചെയ്ത് നോക്കി അങ്ങനെ കുറേ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിനകത്ത് ആ ഒരു രീതിയിൽ ഞാൻ അന്ന് തുടങ്ങിയ സമയത്ത് മനസ്സിലാക്കിയതും പിന്നീട് ഞാൻ മനസ്സിലാക്കിയതുമായിട്ടുള്ള കാര്യങ്ങൾ ഞാൻ ആദ്യം പറയാമേ. അപ്പോൾ ഇങ്ങനെ തുടങ്ങിയ സമയത്ത് ഞാൻ കുറേ ചാനലുകളൊക്കെ കണ്ട് ഞാൻ സ്റ്റാർട്ട് ചെയ്തപ്പോൾ എൻ്റെ മനസ്സിലെന്ന് പറഞ്ഞാൽ ഞാൻ ഈ കണ്ട വീഡിയോസിനകത്തെല്ലാം അവർ പറയുന്നതെന്ന് പറഞ്ഞാൽ നമ്മൾ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ എല്ലാ ആഴ്ചയും ഒരു വീഡിയോ എങ്കിലും നമ്മൾ പോസ്റ്റ് ചെയ്തിരിക്കണം. ഷോർട്ട് വീഡിയോ എന്നോ ലോങ് വീഡിയോ എന്നോ അവർ പറയുന്നില്ല. എല്ലാ ആഴ്ചയും ഒരു വീഡിയോ എങ്കിലും പോസ്റ്റ് ചെയ്തിരിക്കണം. അപ്പോൾ എൻ്റെ വിചാരം എന്ന് പറഞ്ഞാൽ ഷോർട്ട് വീഡിയോസെന്നോ ലോങ് വീഡിയോസെന്നോ അവർ പറഞ്ഞില്ല. അപ്പോൾ മന്ത്ലി ഒരു വീഡിയോ എന്നതിനേക്കാളും വീക്ക്ലി ഒരു വീഡിയോ എന്നുള്ളത്, ഷോർട്ട് വീഡിയോ എന്നോ ലോങ് വീഡിയോ എന്നോ അവർ പറയുന്നില്ല. ഞാൻ തുടങ്ങിയ സമയത്ത് അങ്ങനെ വീക്ക്ലി വീഡിയോസ് ഇടുമായിരുന്നു. പക്ഷേ ഈ ഒരു പറയുന്ന മാതിരി ഒരു ഭയങ്കര ഒരു മാറ്റം എനിക്ക് തോന്നിയില്ല. നമ്മൾ വീഡിയോ ഇടുന്നു, വളരെ ചെറിയ രീതിയിൽ മാത്രമാണ് ഗ്രോത്ത് സംഭവിക്കുന്നത്. അപ്പോൾ ഞാൻ വെച്ചാൽ ഇതെന്താണ് ഇതിങ്ങനെ. അപ്പം ഞാൻ കണ്ടൻറ്റ് അടുത്തത് നമുക്ക് സെറ്റ് ചെയ്യാനും സമയമുണ്ട്, കാരണം വീക്ക്ലി ഒരെണ്ണമെല്ലാം ഇടുന്നുള്ളൂ. പിന്നെ ഞാൻ കുറേ റെഫറൻസുകൾ എടുത്തിങ്ങനെ വേറെ കുറേ ചാനലുകളുടെയൊക്കെ നോക്കിയപ്പോൾ അവർ പറയുന്നുണ്ട് വീക്കിലി അല്ല, നമ്മൾ ഓൾട്ടർനേറ്റീവ് ദിവസങ്ങളിൽ വീഡിയോ ചെയ്യുന്നതാണ് ബെറ്റർ. അങ്ങനെ ഉണ്ടെങ്കിൽ നമുക്ക് കുറച്ചുകൂടെ ഗ്രോത്ത് പെട്ടെന്ന് ഉണ്ടാവുള്ളൂ എന്നുള്ളത്. അങ്ങനെ ഞാനത് മാറ്റി ഇങ്ങനെ ആഴ്ചയിൽ ഒന്നിരാട ദിവസങ്ങളിൽ ഇങ്ങനെ വീഡിയോസ് പോസ്റ്റ് ചെയ്യാൻ തുടങ്ങി. പിന്നീട് ഞാൻ വീണ്ടും കുറേ റെഫറൻസ്, നമ്മൾ ഓരോ വീഡിയോസും ഇമ്പ്രൂവ് ചെയ്യാനാണല്ലോ ശ്രമിക്കുക. അത് ഞാനിങ്ങനെ എനിക്കിഷ്ടപ്പെട്ട ക്രിയേറ്റേഴ്സിൻ്റെയൊക്കെ വീഡിയോസൊക്കെ കാണുന്ന സമയത്ത് അവരിങ്ങനെ അവരുടെ മുമ്പ് അവരെങ്ങനെയാണ് ഇത് സ്റ്റാർട്ട് ചെയ്ത് ഇങ്ങനെ ഇത്രയും ഒരു സക്സസ്സിലെത്തി നിൽക്കുന്നത് എങ്ങനെയാണെന്നൊക്കെ അവരുടെ ജേർണി ഷെയർ ചെയ്യുന്ന സമയത്ത് അവർ പറയുന്നുണ്ട് അവർ എല്ലാ ദിവസവും 2 അല്ലെങ്കിൽ 3 ഷോർട്ട് വീഡിയോസൊക്കെ അപ്ലോഡ് ചെയ്താണ് അവർ ഇത്രയും സക്സസ് ആയെന്നുള്ളത്. അപ്പോൾ ഞാനിങ്ങനെ ഇതേ രീതി ഞാൻ വേറെ കുറേ സക്സസ്ഫുൾ ക്രിയേറ്റേഴ്സ് പറയുന്നതും കേട്ടിട്ടുണ്ട്. അങ്ങനെ ഞാൻ ഇതിൽ വീണ്ടും കുറച്ച് മാറ്റം വരുത്തി. ഇപ്പം ഡെയിലി 3-4 ഷോർട്ട്സോ അല്ലെങ്കിൽ നോർമൽ വീഡിയോസോ ഇടുന്നതിൽ കുറച്ച് ബുദ്ധിമുട്ട് ആസ് എ ബിഗിനർ എനിക്കുണ്ടായതുകൊണ്ടും കുറച്ച് ഇതിങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ ഇതിങ്ങനെ ആയിരിക്കുമോ അങ്ങനത്തെയൊക്കെ കുറച്ച് കൺഫ്യൂഷൻസ് ഉണ്ടായതുകൊണ്ടും ഞാൻ എല്ലാ ദിവസവും എന്നുള്ളത് ദിവസം ഒരെണ്ണം എന്നുള്ള രീതിയിലാക്കി. അതാണ് മെയിൻ സംഭവം. അപ്പോൾ ഒന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് നമ്മൾ ഡെയിലി 2-3 ഒക്കെ വീഡിയോസ് നമ്മൾ അപ്ലോഡ് ചെയ്യണം. ഷോർട്ട് വീഡിയോസോ ലോങ് വീഡിയോ ആക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഡെയിലി വീഡിയോസ് അപ്ലോഡ് ചെയ്താൽ മാത്രമേ, അത് ഷോർട്ടാണെങ്കിൽ ഷോർട്ട്, ലോങ് ആണെങ്കിൽ ലോങ്, നിങ്ങളുടെ കൺവീനിയൻസ് എന്താണോ അതിനനുസരിച്ച് നമ്മൾ എല്ലാ ദിവസവും വീഡിയോസ് പോസ്റ്റ് ചെയ്യുമ്പോഴാണ് ഈ പറയുന്ന പോലെ ഈ 6 മാസം കൊണ്ടും 3 മാസം കൊണ്ടുമൊക്കെ ഭയങ്കര സക്സസ്ഫുള്ളായി മോണിറ്റൈസ്ഡായി ഇഷ്ടംപോലെ സബ്സ്ക്രൈബേഴ്സായി അങ്ങനെയൊക്കെ നിൽക്കുന്നത്. ഞാനങ്ങനെ എല്ലാ ദിവസവും ഓരോ വീഡിയോസ് എന്നുള്ള രീതിയിൽ ഞാൻ ഇടാൻ തുടങ്ങിയപ്പോഴാണ് എനിക്ക് കുറച്ചും കൂടെ മുമ്പത്തേനേക്കാളും ഗ്രോത്ത് ഉണ്ടായത്. അപ്പോൾ നിങ്ങൾ ആദ്യമായിട്ട് ഇങ്ങനെ ചാനൽ സ്റ്റാർട്ട് ചെയ്യുന്നവരാണെന്നുണ്ടെങ്കിൽ എല്ലാ ദിവസവും വീഡിയോസ് ഇടാൻ ശ്രമിക്കുക. അതുപോലെ തന്നെ പറ്റുന്നവരാണെങ്കിൽ ഒരു ദിവസം 2-3 വീഡിയോസൊക്കെ ഇടുക. ലോങ് വീഡിയോയോ ഷോർട്ട് വീഡിയോയോ നിങ്ങൾക്ക് ഏതാണോ നിങ്ങളുടെ ചാനലിനനുസരിച്ച് പറ്റുന്നത് ആ ഒരു രീതിയിൽ നിങ്ങൾ വീഡിയോസ് അപ്ലോഡ് ചെയ്യാൻ ശ്രമിക്കുക. അപ്പം അതൊന്ന് നോട്ട് ചെയ്യുക. അതാണ് ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് കുറേ ബിഗിനേഴ്സായാലും ഒരുപാട് ആളുകൾ ചെയ്യുന്നൊരു കാര്യമാണ്, ഷോർട്ട് വീഡിയോസ് തോനെ ചെയ്യും, ലോങ് വീഡിയോസ് വലുതായിട്ട് ചെയ്യത്തില്ല.
അപ്പം നമുക്ക് ബിഗിനേഴ്സിനെ സംബന്ധിച്ച് കൂടുതൽ കൺവീനിയൻറ്റ് അതാണ്. കാരണം ഷോർട്ടാകുമ്പോൾ കുറച്ച് നേരമേ ഉള്ളൂ. നമുക്ക് കണ്ടൻറ്റ് ആയാലും അത് എഡിറ്റ് ചെയ്യുന്നതായാലും വോയിസ് ഓവർ കൊടുക്കുന്നതായാലും അപ്ലോഡ് ചെയ്യുന്നതായാലും എല്ലാം കുറച്ച് കുറച്ച് സമയം മതി നമുക്ക്. പക്ഷേ ലോങ് വീഡിയോ എന്ന് പറയുമ്പം അത്രയും വലിയ ബൾക്കായിട്ട് നമ്മൾ വോയിസ് ഓവർ കൊടുക്കണം, എക്സിക്യൂട്ട് ചെയ്യണം, അത് കണക്ക് തന്നെ കണ്ടൻറ്റ് എല്ലാം നമ്മൾ കറക്റ്റ് ഓർഡറിലാണോ സെറ്റ് ചെയ്തിരിക്കുന്നതെന്നൊക്കെ നോക്കണം. അങ്ങനത്തെ ഒരു കൺവീനിയൻസ് അങ്ങനത്തെ ഒരു ബുദ്ധിമുട്ട് നമുക്ക് ആദ്യ സമയത്ത് ഉണ്ടാവാറുള്ളത് കൊണ്ട് തന്നെ ഷോർട്ട് വീഡിയോസ് കൂടുതൽ ആളുകൾ ചെയ്യും. അപ്പോൾ നമ്മൾ നോക്കുമ്പോൾ ഷോർട്ട് വീഡിയോസിന് കൂടുതൽ വ്യൂസ് ഉണ്ട്, പക്ഷേ ലോങ് വീഡിയോസിന് അത്രയും വ്യൂസ് ഇല്ല. പിന്നെ തംബ്നെയിൽ നമ്മൾ പ്രത്യേകം കുറച്ച് ഭംഗിയിലൊക്കെ സെറ്റ് ചെയ്യുകയൊക്കെ വേണം. അപ്പോൾ നമ്മൾ നോക്കുമ്പോൾ വ്യൂസ് കൂടുതൽ ഷോർട്സിനാണ്. അപ്പോൾ ഷോർട്ട് വീഡിയോസ് കൂടുതൽ ഇടാനുള്ള ടെൻഡൻസിയൊക്കെ നമുക്കുണ്ടാവും. പക്ഷേ ഞാൻ മനസ്സിലാക്കിയിട്ടുള്ള എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഷോർട്ട് വീഡിയോ പോലെ തന്നെ ഇമ്പോർട്ടൻ്റ് ആണ് ലോങ് വീഡിയോസ്. കാരണം ഷോർട്ട് വീഡിയോ എന്ന് പറയുമ്പോൾ ഷോർട്ട് ഫീഡിലൊക്കെ ഇങ്ങനെ സ്ക്രോൾ ചെയ്യുന്ന സമയത്ത് പിന്നെ പലരുടേത് കയറി വരുമല്ലോ, അങ്ങനെ കയറി വരുന്നതൊന്നും അങ്ങനത്തെ അങ്ങനെ ഒന്ന് കയറി വരുന്നതാണ് നമ്മുടെ വീഡിയോസ്. അല്ലാതെ നമ്മുടെ ജെനുവിൻ വ്യൂവേഴ്സിലേക്ക് അത് പോകണം എന്നില്ല. നമുക്ക് എങ്ങനെ നമ്മുടെ ജെനുവിൻ വ്യൂവേഴ്സിനെ കണ്ടുപിടിക്കാം എന്ന് ചോദിച്ചാൽ അത് ലോങ് വീഡിയോയിലൂടെയാണ് മെയിനായിട്ടും സാധിക്കുന്നത്. അപ്പോൾ ലോങ് വീഡിയോ ഇടുന്ന സമയത്ത് അതിന് കൊടുക്കുന്ന ടൈറ്റിൽ, അതിൻ്റെ തംബ്നെയിൽ അത് ഓപ്പൺ ചെയ്ത് നോക്കി അത് ഒരു കുറച്ച് ഭാഗം നമ്മൾ കണ്ടു കഴിയുമ്പോൾ ഇത് കൊള്ളാം, ഇൻഫോർമേറ്റീവ് ആണല്ലേ, നമുക്ക് ഇഷ്ടപ്പെടുന്ന എൻ്റർടൈനിങ് ആണ് എന്ന് നമുക്ക് തോന്നി നമ്മൾ അതിൽ നിൽക്കുമ്പോഴാണ് നമ്മളുടെ കോൺസ്റ്റൻ്റ് ആയിട്ടുള്ളൊരു നമ്മുടെ ജേർണിയിൽ നമ്മുടെ ഒരു ഫാമിലിയിലെ ആ ഒരു പ്യുവർ ഓഡിയൻസിനെ നമുക്ക് കിട്ടുന്നത്. അപ്പോൾ ഷോർട്ട് വീഡിയോസ് പോലെ തന്നെ ലോങ് വീഡിയോസും നമുക്ക് ഇമ്പോർട്ടൻ്റ് ആണ്. ഷോർട്ടിന് കൂടുതൽ വ്യൂവേഴ്സ് കിട്ടുമെന്നും പറഞ്ഞിട്ട് നമ്മൾ ഷോർട്സ് മാത്രം കോൺസെൻട്രേറ്റ് ചെയ്ത് ലോങ് വീഡിയോസും കോൺസെൻട്രേറ്റ് ചെയ്യണം. പിന്നെ മറ്റൊരു കാര്യം കൂടെയുണ്ട് ലോങ് വീഡിയോസ് ചെയ്യുന്നതിന്. രണ്ടാമത്തെ കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ചാനൽ മോണിറ്റൈസ്ഡ് ആവണം എന്നുണ്ടെങ്കിൽ നമുക്ക് വാച്ച് ടൈമും സബ്സ്ക്രൈബേഴ്സും കംപ്ലീറ്റ് ചെയ്യേണ്ടതായിട്ടുണ്ട്. നിലവിൽ 500 സബ്സ്ക്രൈബേഴ്സും എന്തോ ആണ്. അപ്പം അതുപോലെ തന്നെ വാച്ച് അവർ നമുക്ക് ഇമ്പോർട്ടൻ്റ് ആണ്. ഈ വാച്ച് അവർ കംപ്ലീറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഷോർട്സ് മാത്രം ഇട്ടാലൊന്നും നടക്കില്ല, നമ്മൾ ലോങ് വീഡിയോസ് കൂടെ അപ്ലോഡ് ചെയ്യേണ്ടതായിട്ടുണ്ട്. അപ്പോൾ അതാണ് രണ്ടാമത്തെ കാര്യം. മൂന്നാമത്തെ കാര്യം, നമ്മൾ ബിഗിനേഴ്സിന് കൊടുക്കുന്ന മിക്ക ഗൈഡൻസ് വീഡിയോസിനും അവരൊക്കെ പറയുന്ന എല്ലാ ഇൻഫ്ലുവൻസേഴ്സും പറയുന്ന ഒരു കാര്യമാണ്, നമുക്ക് വലിയ ക്യാമറയോ ഭയങ്കര എഡിറ്റിംഗ് സെറ്റപ്പോ ഭയങ്കര ട്രൈപ്പോഡോ ഭയങ്കര വില കൂടിയ ട്രൈപ്പോഡോ മൈക്കോ അതിൻ്റെ ഒന്നും ആവശ്യമില്ല എന്നുള്ളത്. ഇത് വളരെ ശരി തന്നെയാണ് കേട്ടോ. നമ്മളുടെ കയ്യിലുള്ള അത്യാവശ്യം ക്ലാരിറ്റി ഉള്ള ഒരു ഫോണ്, അതിനകത്ത് കുറച്ച് സ്പേസ് ഒക്കെ നമുക്ക് മതിയാവും. ബാക്കി നമുക്ക് ട്രൈപ്പോഡിന് പകരം കുറേ ബുക്കുകളൊക്കെ അടുക്കി വെച്ചിട്ട് നമുക്ക് അതിൻ്റെ മുകളിലേക്ക് ഇങ്ങനെ ചാരി വെച്ചിട്ട് നമുക്ക് വീഡിയോ എടുക്കാം. അതല്ലാന്നുണ്ടെങ്കിൽ നമ്മളെ ജനാലയുടെ ഇങ്ങനെ കുറേ ലോക്സ് ഉണ്ടാവുമല്ലോ, അതിനകത്തേക്ക് വെച്ച് നമുക്ക് വീഡിയോ എടുക്കാം. ഫോണൊന്ന് ശ്രദ്ധിച്ചിരുന്നാൽ മതി, നമ്മുടെ ഹെയർ ബണ്ണൊക്കെ ഉപയോഗിച്ചൊന്ന് സെക്യൂർ ചെയ്തൊക്കെ വെച്ചിരുന്നാൽ മതി. അങ്ങനെയൊക്കെ നമുക്ക് ചെയ്യാനായിട്ട് പറ്റും. അതല്ലാന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഹൈറ്റിൽ വേണമെന്നുണ്ട്, ക്രാഫ്റ്റ് വീഡിയോസൊക്കെ ചെയ്യുന്നവരാണെങ്കിൽ ഹൈറ്റ് വേണ്ടി വരും. അപ്പോൾ അങ്ങനെയാണെങ്കിൽ 2 സൈഡും ഇങ്ങനെ ബുക്സൊക്കെ വെച്ചൊന്ന് സെറ്റ് ചെയ്ത് അതിൻ്റെ നടുക്കായിട്ട് 2 സ്കെയിൽ വെച്ച് അതിൻ്റെ ഇടയ്ക്ക് നമ്മുടെ ഫോൺ വെച്ചിരുന്നാൽ മതി. അപ്പോൾ അങ്ങനെയൊക്കെ നമുക്ക് ട്രൈപ്പോഡ് പോലെ നമുക്ക് ട്രൈപ്പോഡിനൊരു സബ്സ്റ്റിറ്റ്യൂട്ടായിട്ട് നമുക്ക് യൂസ് ചെയ്യാനായിട്ട് പറ്റും. പിന്നെയെന്ന് പറയുന്ന മൈക്ക് നമുക്ക് ആവശ്യമില്ല. നമുക്കിങ്ങനെ ഒരു സൈലൻ്റ് ആയിട്ടുള്ളൊരു എൻവയോൺമെൻറ്റിൽ, അല്ലെങ്കിൽ ഇപ്പോൾ രാത്രിയാണ് നിങ്ങൾക്ക് കംഫർട്ടബിൾ എങ്കിൽ, കാരണം എല്ലാ വീട്ടിലും ഭയങ്കര സൈലൻസ് ആയിരിക്കില്ലല്ലോ, ചിലപ്പോൾ വണ്ടി പോകുന്ന സൗണ്ട് അങ്ങനെ ഇങ്ങനെയൊക്കെ ഉണ്ടാവുമല്ലോ. അങ്ങനെയുള്ളവരാണെന്നുണ്ടെങ്കിൽ നമ്മൾ വീഡിയോസ് സെറ്റപ്പ് ചെയ്തിട്ട് രാത്രി സമയത്ത് വോയിസ് ഓവർ കൊടുക്കുന്നതായിരിക്കും ബെറ്ററായിട്ടുണ്ടാവുക. പിന്നെയെന്ന് പറഞ്ഞാൽ POV വീഡിയോസ് ചെയ്യുന്നവർക്ക് നമുക്കിങ്ങനെ എന്തെങ്കിലും ഒരു തുണി ഉപയോഗിച്ച് ഈ ഒരു ഭാഗം ഒന്ന് സെക്യൂർ ചെയ്തിട്ട് അതിൻ്റെ ഇടയിലേക്ക് ഫോൺ വെച്ചിട്ട് നമുക്ക് വീഡിയോസ് ചെയ്യാവുന്നതാണ്. അതൊരു ബെറ്റർ ഓപ്ഷനാണ്. നമുക്ക് ട്രൈപോഡിന് പകരമായിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു ബെറ്റർ ഓപ്ഷനാണ്. പിന്നത്തെ ഒരു കാര്യമാണ്, ഇപ്പം പല ടൈപ്പ് ആളുകളുണ്ടല്ലോ. ചിലർക്ക് മുഖം കാണിച്ച് വീഡിയോ ചെയ്യാൻ ഇഷ്ടമുള്ള ആളുകൾ, ചിലർക്ക് മുഖം കാണിക്കാണ്ട് വീഡിയോ ചെയ്യാൻ ഇഷ്ടമുള്ള ആളുകൾ. അപ്പം എൻ്റെ ഒരു എക്സ്പീരിയൻസിലും ഞാൻ മനസ്സിലാക്കിയതിലും വെച്ച് എനിക്ക് പിടികിട്ടിയ ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ ഈ മുഖം കാണിക്കാണ്ട് ചെയ്യുന്ന ഫേസ്ലെസ് വീഡിയോസ് ആണെന്നുണ്ടെങ്കിൽ അത് പെട്ടെന്ന് ക്ലിക്ക് ആകണമെന്നുണ്ടെങ്കിൽ അത് ഭയങ്കര ക്യൂട്ടി അല്ലെങ്കിൽ എസ്തെറ്റിക് വൈബ് അങ്ങനത്തെ ഒരു സംഭവങ്ങളായിരിക്കണം. ഭയങ്കര അത് കാണുമ്പോൾ തന്നെ ഒരു വാവ് എന്ന് തോന്നുന്ന അങ്ങനത്തെ ഒരു പിൻട്രസ്റ്റി സ്റ്റൈലായിരിക്കണം. അതാണ് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ള ഒന്നാമത്തെ കാര്യം. അല്ലാതെ നമ്മൾ ചെയ്യുന്ന
മിക്ക ഷോർട്സിനും പെട്ടെന്ന് ക്ലിക്ക് ആവണം എന്നുണ്ടെങ്കിൽ നമ്മൾ ഫേസ് റിവീൽ ചെയ്ത് തന്നെ വീഡിയോ ചെയ്യുന്നതാണ് കേട്ടോ നല്ലത്. കാരണം ഇമോഷണലി ഒരു അറ്റാച്ച്മെൻറ്റ് ആ വ്യക്തിയുമായിട്ട് വരാൻ വേണ്ടിയിട്ടാണ് അങ്ങനത്തെ ഒരു ചെയ്യുന്നത്. അപ്പം അത് ഒരു കാര്യമാണ്, ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. രണ്ടാമത് നമ്മൾ ഷോർട്ട് വീഡിയോ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യം എന്ന് പറയുന്നത്, നമ്മൾ ഇങ്ങനെ ഒരിടത്ത് തന്നെ ഇപ്പോൾ ലോങ് വീഡിയോ ആകുമ്പോൾ ഏതെങ്കിലും ഒരു സ്ഥലത്ത് ഇങ്ങനെ ഇരുന്ന ഒരു ചിറ്റ് ചാറ്റ് പോലെ നമുക്ക് നടത്താം. പക്ഷേ ഷോർട്ട് വീഡിയോ എന്ന് പറയുമ്പോൾ കുറച്ച് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ആംഗിളൊക്കെ മാറ്റി ചെയ്യുന്നതാണ് കുറച്ചും കൂടെ നല്ലത്. കാരണം ഷോർട്ട് ഫീഡിൽ വന്ന ആൾ സ്ക്രോൾ ചെയ്യുന്ന വഴിക്ക് കാണുന്നതാണല്ലോ. അപ്പം നമുക്ക് അവരെ ഒന്ന് പിടിച്ചിരുത്താൻ പറ്റണമെന്നുണ്ടെങ്കിൽ അങ്ങനെ ഒരു മൾട്ടിപ്പിൾ ആംഗിളിൽ നിന്ന് ഷൂട്ട് ചെയ്യുന്നതായിരിക്കും നല്ലത്. പിന്നെയെന്ന് പറയുമ്പോൾ എഡിറ്റിംഗ് നമുക്ക് ബേസിക് ആയിട്ടുള്ള ആപ്പുകളൊക്കെ തന്നെ ധാരാളമായിരിക്കും. എന്ന് പറയുമ്പോൾ ഇൻഷോട്ട് ഉണ്ട്, VN ഉണ്ട്, പിന്നെ CapCut കുറേ പേര് യൂസ് ചെയ്യുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. പക്ഷേ അതേ സെയിം ടൈം ബാൻഡാണെന്നും പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്. ഇങ്ങനെ VPN എന്താണ്ടൊക്കെ വെച്ച് ഒക്കെ നമുക്ക് CapCut എടുക്കാൻ പറ്റത്തുള്ളൂ എന്നൊക്കെ ഞാൻ കേട്ടിട്ടുണ്ട്. അപ്പം നമുക്ക് CapCut അല്ലാതെയും ഇൻഷോട്ടും VN എഡിറ്റ്സ് എന്നൊക്കെ പറയുന്ന ആപ്പുകൾ നമുക്കുണ്ട്. കൈൻ മാസ്റ്റർ അങ്ങനെയൊക്കെ ആപ്പുകൾ നമുക്കുണ്ട്. നമുക്ക് ബിഗിനേഴ്സിന് അതൊക്കെ വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള കുറേ എഡിറ്റിംഗ് ആപ്പുകളാണ്. അതിനകത്ത് അത്യാവശ്യം വേണ്ടുന്ന കാര്യങ്ങളൊക്കെ ഉണ്ട്. നമുക്ക് ഡൂഡിൽ എഴുതി മലയാളത്തിൽ ഒക്കെ എഴുതാമല്ലോ. പക്ഷേ മറ്റേ ഇൻഫിനിറ്റ് പെയിൻറ്ററിനകത്തെ പോലെ അത്ര സ്റ്റൈലൊന്നും ഉണ്ടാവില്ല. പക്ഷേ നമ്മൾ എഴുതുന്ന പോലെയൊക്കെ തന്നെ വരും കേട്ടോ. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്ന ഒരു കാര്യമാണ്, നമുക്ക് തംബ്നെയിലിന് വേണ്ടിയിട്ട് നമുക്ക് ക്യാൻവ, അതേപോലെ പിക്സാർട്ട് കുറച്ചൊക്കെ ഉപയോഗിക്കാനായിട്ടൊക്കെ പറ്റും. അപ്പോൾ അങ്ങനത്തെ സംഭവങ്ങളൊക്കെ നമുക്ക് തംബ്നെയിൽ സെറ്റ് ചെയ്യാനായിട്ട് ഉപയോഗിക്കാം. അതിനകത്ത് കുറേ ഫ്രീ ടെംപ്ലേറ്റ്സുകളുണ്ട്. അപ്പോൾ അതൊക്കെ വെച്ചിട്ട് നമുക്ക് നമ്മുടെ ലോങ് വീഡിയോസിനൊക്കെ തംബ്നെയിലൊക്കെ സെറ്റ് ചെയ്യാനായിട്ടൊക്കെ പറ്റും. അതും നമുക്കിങ്ങനെ ചേഞ്ച് ചെയ്തൊക്കെ യൂസ് ചെയ്യാനായിട്ട് പറ്റും. ക്യാൻവയിൽ തന്നിരിക്കുന്ന ടെംപ്ലേറ്റൊക്കെ മാറ്റി കളറൊക്കെ ചേഞ്ച് ചെയ്ത് അങ്ങനത്തെ രീതിയിലൊക്കെ നമുക്ക് ഉപയോഗിക്കാനായിട്ടൊക്കെ പറ്റും കേട്ടോ. പിന്നെ അതെന്ന് പറയുമ്പോൾ നമുക്ക് ഷോർട്സിൻ്റെ അത്രയും വ്യൂസ് പെട്ടെന്ന് നമുക്ക് ലോങ് വീഡിയോസിന് കിട്ടില്ല. അപ്പോൾ നമ്മൾ ഡൗൺ ആയി പോകാൻ പാടില്ല കേട്ടോ. നമ്മൾ കണ്ടിന്യൂസ്ലി അങ്ങനെ ലോങ് വീഡിയോസ് ഇട്ട് വരുമ്പോഴത്തേനും നമ്മൾ ആ ഒരു കൺസിസ്റ്റൻസി കീപ്പ് ചെയ്ത് ലോങ് വീഡിയോസൊക്കെ ഇടുമ്പോഴത്തേനും നമുക്ക് വ്യൂവേഴ്സ് കൂടും കേട്ടോ. അപ്പം അതൊന്ന് ശ്രദ്ധിക്കുക. അപ്പം നമ്മൾ ഷോർട്ട് വീഡിയോസിനാണ് കൂടുതൽ വ്യൂവേഴ്സ് ഉള്ളത്, അതുകൊണ്ട് ഞാൻ അതിലേ ഇടുമെന്ന് പറഞ്ഞിരിക്കരുത്. നമുക്ക് ലോങ് വീഡിയോസും വളരെ അത്യാവശ്യമായിട്ടുണ്ട്. അപ്പം ഷോർട്ടും ലോങ്ങും രണ്ടും നമ്മൾ കോൺസെൻട്രേറ്റ് ചെയ്യണം കേട്ടോ. അപ്പം അതാണ് മറ്റൊരു കാര്യം. ഇനി എനിക്ക് പറയാനുള്ള കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നാലാമതായിട്ട് പറയാനുള്ള കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മൾ ചാനലിന് പേര് കൊടുക്കുന്നതാണ്. നമുക്ക് യഥാർത്ഥത്തിൽ നമുക്കിപ്പോൾ ഒരു പേര് കൊടുത്ത് മാറ്റണം എന്ന് തോന്നിയാൽ നമുക്ക് മാറ്റി പുതിയ പേരൊക്കെ ഇടാം. പക്ഷേ നമ്മുടെ ചാനലിൻ്റെ ക്രെഡിബിലിറ്റീനെ അത് ബാധിക്കും കേട്ടോ. അതുകൊണ്ട് നമ്മൾ ചാനൽ തുടങ്ങുന്നതിന് മുമ്പേ ഒരു ലോങ് ടൈമിൽ തന്നെ നമ്മൾ ഈ പേരാണ് കൊണ്ടുപോകാൻ പോകുന്നത്. അപ്പോൾ അതിന് വേണ്ടി ഫിക്സ് ചെയ്ത് ഒരു പേര് നമ്മൾ കണ്ടുപിടിക്കുന്നത്, അത് തന്നെ മുന്നോട്ട് കൊണ്ടുപോകുന്നതാണ് കേട്ടോ നല്ലത്. അല്ലാതെ പകുതി വെച്ചിട്ട് ഒരു പേര് പിന്നെ കുറച്ച് കഴിയുമ്പോൾ അത് മാറ്റി അങ്ങനെ ചെയ്യുന്നത് അത്ര നല്ലതല്ല എന്നാണ് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത്. നമുക്ക് പേര് ചേഞ്ച് ചെയ്യാൻ ഓപ്ഷനൊക്കെ ഉണ്ടെങ്കിൽ പോലും നമ്മൾ തുടക്കം ഇടുന്ന ആ ഒരു പേര് തന്നെ കണ്ടിന്യൂ ചെയ്ത് പോകുന്നതായിരിക്കും നല്ലതായിട്ടുണ്ടാവുക. പിന്നത്തെ ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചാനൽ നീഷെ. നമ്മൾ എല്ലാവരും പറയും നമ്മൾ ആദ്യം നമ്മൾ ചാനൽ നീഷെ കണ്ടുപിടിക്കണം, അതിന് നമ്മൾ എങ്ങനത്തെ വീഡിയോസാണ് കൂടുതൽ കാണുക, അങ്ങനത്തെ വീഡിയോസൊക്കെ ചെയ്യുക എന്നുള്ളതൊക്കെ പറയുന്നതായിട്ട് ഞാൻ കേട്ടിട്ടുണ്ട്. അപ്പം കുക്കിംഗ് വീഡിയോസ് അങ്ങനെ കുറേ വീഡിയോസ് നമുക്കുണ്ടല്ലോ, അവൈലബിൾ ആയിട്ടുണ്ടല്ലോ. അപ്പം നിങ്ങളുടെ നീഷ എന്താണെന്ന് നിങ്ങൾ നോക്കുക. അതുപോലെ തന്നെ ഇത് എനിക്ക് അവർ പറയുന്ന രീതിയിൽ തന്നെ നമുക്ക് ഏതാണ് കൂടുതൽ ഇഷ്ടം, നമ്മൾ ഇങ്ങനത്തെ വീഡിയോസാണ് കൂടുതൽ കാണാൻ ഇഷ്ടപ്പെടുന്നത്, അല്ലെങ്കിൽ എന്ത് കാര്യമാണ് നമ്മൾ നമ്മുടെ ഓഡിയൻസിന് ഷെയർ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് എന്നുള്ള. നമ്മൾ വളരെ ചെറുതെന്ന് നിസ്സാരമെന്നും കരുതുന്ന കാര്യങ്ങൾ വരെ വീഡിയോ ആക്കി ഇടുന്നവരുണ്ട് കേട്ടോ. ഈ റീസെൻ്റ്ലി ഞാൻ കണ്ടതാണ് ഹൗ ടു ക്രൈ എന്ന് പറയുന്ന ഒരു വീഡിയോ. 1 മിനിറ്റിലെ ഒരു വീഡിയോ ആണ്, ഒരു ഇംഗ്ലീഷ് ചാനലാണ്. അപ്പം അതിനകത്ത് എത്രയോ മില്യൺ വ്യൂസാണുള്ളത്. അധികം നാളൊന്നും ആയിട്ടില്ല ആ വീഡിയോ പോസ്റ്റ് ചെയ്തിട്ട്. അപ്പോൾ അങ്ങനത്തെ നമ്മൾ നിസ്സാരം എന്ന് കരുതുന്ന കരയുന്നത് എങ്ങനെയാണെന്നൊക്കെ വീഡിയോ ഇടേണ്ട കാര്യമുണ്ടോ എന്നൊക്കെ ചോദിക്കും. ഞാനത് വിചാരിച്ചത് എന്തിനാണ് കരയുന്നൊക്കെ വീഡിയോ, കരയുന്ന എങ്ങനെ കരയാം, എങ്ങനെ ചിരിക്കാം, ഇങ്ങനെയൊക്കെ ഉള്ള വീഡിയോസൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട്. അതുപോലെ തന്നെ ആർട്ട് ഓഫ് ലുക്കിംഗ് എന്നൊക്കെ പറഞ്ഞിട്ടുള്ള വീഡിയോസൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട്. അതൊക്കെ നമ്മുടെ ലൈഫിൽ ചെയ്യുന്ന കാര്യങ്ങൾ തന്നെയാണ്. പക്ഷെ അത് കുറച്ചും കൂടെ ഒരു സിനിമാറ്റിക് സ്റ്റൈലിൽ, അല്ലെങ്കിൽ കുറച്ചും കൂടെ ഒരു വെറൈറ്റിയിൽ അവരൊന്ന് ക്രിയേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നതാണ് നമ്മൾ നോർമൽ സംഭവം. അപ്പോൾ അങ്ങനത്തെ നോർമൽ ആയിട്ടുള്ള കാര്യങ്ങളും നമുക്ക് ഇതുപോലെ
ഒരു സോറി, ഇതുപോലെ ഒരു സ്ക്രീനിൽ നമുക്ക് നമ്മുടെ ഓഡിയൻസിനോട് ഷെയർ ചെയ്യാനായിട്ട് പറ്റും നമ്മുടെ എക്സ്പീരിയൻസ്, അല്ലെങ്കിൽ ഇതുപോലത്തെ ചിറ്റ് ചാറ്റൊക്കെ ഇങ്ങനെ സംസാരിക്കാൻ ഇഷ്ടമുള്ളവർക്കൊക്കെ ചെയ്യാനായിട്ടൊക്കെ പറ്റും. ഇതാണ് മറ്റൊരു കാര്യം. എൻ്റെ ഇത്രയും നാളത്തെ എക്സ്പീരിയൻസിൽ പെട്ടെന്ന് കയറിപ്പോകുന്ന ടൈപ്പ് ചാനൽ നീഷേഴ്സ് എന്തൊക്കെയാണെന്ന് ഞാൻ പറയാം. ഒന്ന് ASMR, ഒന്നാമത്തെ ASMR ആണ്. രണ്ടാമത്തെ ക്രാഫ്റ്റ് വീഡിയോസ്, ക്രാഫ്റ്റ് എന്ന് പറയുമ്പോൾ മറ്റേ ഇൻട്രസ്റ്റി ടൈപ്പ് സാധനങ്ങൾ. മൂന്നാമത്തത് ജേണൽ വീഡിയോസ്, നമ്മൾ ഈ ജേണൽ സ്പ്രെഡ്സ് ഒക്കെ ചെയ്യില്ലേ, അങ്ങനത്തെ ജേണൽ, ഭയങ്കര കാണാൻ നല്ല ക്യൂട്ടി ആയിട്ടുള്ള, ഭയങ്കര മാരകം വരയ്ക്കാനറിയണം അങ്ങനത്തെ ഒന്നുമില്ല. നമുക്കല്ലാതെ നമുക്കറിയാവുന്ന കുറേ വാട്ടർ കളേഴ്സും അതും ഇതൊക്കെ വെച്ചിട്ട് നമുക്ക് നോർമൽ പെയിൻറ്റിങ്, അത് നല്ല ക്ലിക്കാവുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. നാലാമത്തെന്ന് പറഞ്ഞാൽ ഡൂഡിൽസ്. നമ്മൾ ഡൂഡിലൊക്കെ വരയ്ക്കില്ലേ, നമ്മളിങ്ങനെ ബോറടിച്ചിരിക്കുമ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ കുറേ വരച്ചിട്ട് ഇങ്ങനെ ബ്ലാക്ക് ആൻഡ് വൈറ്റ് കോംബോയിൽ അങ്ങനെ ഡൂഡിൽ ചെയ്യുന്നതും ഭയങ്കര സെറ്റായിട്ട് വരുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. പിന്നെ കുക്കിംഗ് ചാനലെന്ന് പറയുമ്പോൾ കൂടുതലും ജങ്ക് ഫുഡിനോടാണ് അങ്ങനത്തെ ഒരു പ്രിയം ആളുകൾക്കുള്ളതായിട്ട് ഞാൻ കണ്ടിട്ടുള്ളത്. അതായത് ഇപ്പോൾ ഞാനൊരു ഡെത്ത് ബൈ ചോക്ലേറ്റ് കഴിക്കുന്ന വീഡിയോ, അല്ലെങ്കിൽ ചോക്ലേറ്റ് മഡ് കേക്ക് കഴിക്കുന്ന വീഡിയോ, അതിനൊക്കെയാണ് കുറച്ചും കൂടി റീച്ച് നമ്മൾ സാധാരണ സംഭവങ്ങൾ ഉണ്ടാക്കുന്നതിനേക്കാളും അങ്ങനത്തെ ജങ്ക് ഫുഡ് ടൈപ്പ് സാധനങ്ങൾക്കാണ് കൂടുതലും ഞാൻ കണ്ടിട്ടുള്ളത്. പിന്നെ ട്രാവൽ വ്ളോഗ്സ്, അത് കണക്ക് തന്നെ അൺബോക്സിങ് ചെയ്യുന്നത്, അത് കണക്ക് തന്നെ മേക്കപ്പ് സംഭവങ്ങളുടെ റിവ്യൂസ്, ഇതിനൊക്കെ ഭയങ്കര ഒരു വ്യൂസ് കിട്ടുന്നതായിട്ട് ഞാൻ കണ്ടിട്ടുണ്ട്. അപ്പം ഇങ്ങനത്തെ സംഭവങ്ങളൊക്കെയാണ് ശ്രദ്ധിക്കുക. പിന്നെ ഞാൻ പറഞ്ഞല്ലോ, ഇൻട്രസ്റ്റി എസ്തെറ്റിക് വൈബിൽ ഇങ്ങനെ വീട് കാണിക്കൽ, ഗാർഡനിങ് മറ്റൊരു സംഭവമാണ് കേട്ടോ. ഗാർഡനിങ് കുറേ ആളുകൾക്ക് ഇഷ്ടമുള്ളതാണ്. അപ്പോൾ നമ്മളുടെ ഒരു എനർജിയുമായിട്ട് കണക്റ്റ് ആവാൻ പറ്റുന്ന ഒരു സംഭവം തന്നെയാണ് ഗാർഡനിങ്. അതൊക്കെ ഭയങ്കര നല്ല നീഷേഴ്സാണ്. അപ്പോൾ നിങ്ങൾക്ക് ആർക്കെങ്കിലും ഈ വക നീഷേഴ്സിലൊക്കെ താല്പര്യം ഉണ്ടെങ്കിൽ ഒന്ന് കണ്ടു നോക്കുക. ASMR ഒക്കെ ഭയങ്കര നല്ല രസമുള്ള പരിപാടിയാണ്. വെറുതെ ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കുക, സൗണ്ടൊക്കെ ഇങ്ങനെ കേട്ട് വാവ്. അപ്പോൾ അതിനൊക്കെ താല്പര്യമുള്ളവർ ആ ഒരു രീതിയിലൊക്കെ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കുക കേട്ടോ. പിന്നെ ഞാൻ കേട്ടിട്ടുള്ള മറ്റൊരു കാര്യം എന്ന് പറയുന്നത്, നമ്മൾ ചാനലിന് പേരിടുന്ന സമയത്ത് നമ്മളിങ്ങനെ മൾട്ടിപ്പിൾ കാര്യങ്ങൾ ചെയ്യുന്നുണ്ടെങ്കിൽ, അതായത് കുറച്ച് ട്രാവലിംഗ് വ്ളോഗ്, കുറച്ച് റിലേറ്റബിൾ വീഡിയോ, കുറച്ച് അത് ഇത് അങ്ങനത്തെ രീതിയിൽ ചെയ്യാമെന്നുണ്ടെങ്കിൽ നമ്മുടെ തന്നെ പേര് കൊടുക്കുന്നതാണ് ബെറ്ററെന്ന് ഞാൻ കേട്ടിട്ടുണ്ട്. പക്ഷേ അങ്ങനെ അല്ലാതെയും ചെയ്യുന്ന ആളുകളുണ്ട് കേട്ടോ. വേറൊരു പേര് കൊടുത്തിട്ട് അതിനകത്ത് ഫുൾ അവർ എങ്ങനെയാണ് ആ ഒരു രീതിയിൽ കൊടുക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഇതുവരെ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഞാനൊന്ന് സമ്മപ്പ് ചെയ്യാം. ഒന്നാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ, നമ്മുടെ ചാനലിൻ്റെ ഗ്രോത്തിന് വേണ്ടിയിട്ട് എല്ലാ ദിവസവും നമ്മൾ വീഡിയോസ് അപ്ലോഡ് ചെയ്യണം. ഓക്കെ, ഇത് ഷോർട്ട് വീഡിയോ ആകാം, ലോങ് വീഡിയോ ആകാം. അപ്പോൾ എല്ലാ ദിവസവും നമ്മൾ അപ്ലോഡ് ചെയ്യണം. പറ്റുന്നവർ ഒരു ദിവസം തന്നെ 2ഉം 3ഉം വീഡിയോസൊക്കെ അപ്ലോഡ് ചെയ്യുന്നത് വളരെ നന്നായിരിക്കും. രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത്, ഷോർട്ട് വീഡിയോ പോലെ തന്നെ ഇമ്പോർട്ടൻ്റ് ആണ് ലോങ് വീഡിയോസും. നമുക്ക് ചാനൽ മോണിറ്റൈസ്ഡ് ആവണം എന്നുണ്ടെങ്കിലും, നമ്മുടെ ജെനുവിൻ ഓഡിയൻസിനെ കണ്ടുപിടിക്കണം എന്നുണ്ടെങ്കിലും നമുക്കത് വളരെ നല്ലതാണ്, വളരെ യൂസ്ഫുള്ളാണ്. അപ്പോൾ രണ്ടാമത്തെ കാര്യം അതാണ്. മൂന്നാമത്തെ കാര്യം, നമ്മുടെ നീഷെ, നമ്മൾക്ക് ഏതാണ് കൂടുതൽ ഇഷ്ടമുള്ള കാര്യങ്ങൾ, അല്ലെങ്കിൽ നമ്മൾക്ക് മറ്റുള്ളവരോട് ഷെയർ ചെയ്യാൻ താല്പര്യമുള്ള കാര്യങ്ങൾ നമ്മുടെ നീഷയാക്കുക. നാലാമത്തെ കാര്യം, നമ്മൾ ചാനലിന് പേര് കൊടുക്കുന്ന സമയത്ത് വളരെ ശ്രദ്ധിക്കുക. നമ്മളുടെ ആദ്യം കൊടുക്കുന്ന പേര് തന്നെ ചാനലിൻ്റെ ഒരു ഫുൾ സ്ട്രെങ്തിലും കൊണ്ടുപോകാനായിട്ട് ശ്രമിക്കുക. അത് കണക്ക് തന്നെ ഒരു മിക്സപ്പ് രീതിയിൽ എല്ലാം ചെയ്യുന്നവരാണെന്നുണ്ടെങ്കിൽ, ഞാൻ കേട്ടിട്ടുള്ളത് നമ്മുടെ തന്നെ പേര് കൊടുക്കുന്നതാണ് നല്ലതെന്നാണ്. പക്ഷേ അങ്ങനെ അല്ലാത്തവരുമുണ്ട്. അപ്പോൾ കുറച്ച് കേൾക്കാൻ നല്ല ഭംഗിയുള്ള, പിന്നീട് മാറ്റേണ്ടി വരും എന്ന് തോന്നാത്ത പേരുകൾ കൊടുക്കുക എന്നുള്ളതാണ് മറ്റൊരു കാര്യം. അഞ്ചാമത്തെ കാര്യം എന്ന് പറയുന്നത്, നമുക്കിപ്പോൾ ഒരു ചാനൽ തുടങ്ങണം എന്നുണ്ടെങ്കിൽ നമുക്ക് ഭയങ്കര മാരക സെറ്റിങ്ങിൻ്റെ ഒന്നും ആവശ്യമില്ല. നമുക്ക് വളരെ ബിഗിനർ ഫ്രണ്ട്ലി ആയിട്ടുള്ള ഒരു എഡിറ്റിംഗ് ആപ്പ്, അത്യാവശ്യം ക്വാളിറ്റിയും സ്റ്റോറേജുമുള്ള ഒരു ഫോണ്, പിന്നെ കുറേ ബുക്കുകൾ നമുക്ക് ട്രൈപോഡിനൊക്കെ പകരം യൂസ് ചെയ്യാനായിട്ട്. പിന്നെ മൈക്കിൻ്റെ കാര്യം നമുക്ക് തുടക്ക കാര്യത്തിലില്ല. ഇതിനൊക്കെ വലിയ വീഡിയോസൊക്കെ ചെയ്യുന്ന സമയത്ത് മാത്രം നമുക്ക് റിയൽ ടൈമിൽ ഭയങ്കര ഒരു ശാന്തമായിട്ട് എൻവയോൺമെൻറ്റ് ഇല്ലാത്തവരാണെങ്കിലാണ് നമുക്ക് മൈക്കിൻ്റെ ആവശ്യം കൂടുതലായിട്ട് വരിക. അല്ലെങ്കിൽ നമ്മൾ അല്ലാതെ തന്നെ വോയിസ് ഓവേഴ്സാണ് എല്ലാ ആളുകളും കൊടുക്കുക. എത്ര സക്സസ്ഫുൾ ആയ ആളുകളും അങ്ങനെ തന്നെയാണ് ചെയ്യുന്നതെന്നാണ് ഞാൻ അവരുടെയൊക്കെ വീഡിയോസിൽ കണ്ടിട്ടുള്ളത്. അപ്പം അതിത്രയും ഒരു കാര്യമാണ്. പിന്നെ ആറാമതൊരു കാര്യം കൂടെ ഞാൻ പറയാം.
നമുക്ക് പോസ്റ്റ് ചെയ്യാനൊക്കെ ഒരു പ്ലേസ് ഉണ്ട്, കമ്മ്യൂണിറ്റി പോസ്റ്റ് എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പോൾ അതൊക്കെ യൂസ് ആക്കുക കേട്ടോ. അതുപോലെ തന്നെ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യമായിരിക്കും, ഇൻസ്റ്റാഗ്രാമിലാണ് നമുക്ക് പെട്ടെന്ന് ആളുകളിലേക്ക് നമ്മുടെ വീഡിയോസ് എത്തിക്കാൻ പറ്റുന്നത്. അപ്പോൾ അങ്ങനെയുള്ളവർ അങ്ങനെ ഫേസ് റിവീൽ ചെയ്ത് ഇൻസ്റ്റാഗ്രാമിലൊക്കെ പോസ്റ്റ് ചെയ്യുന്നതിൽ ഇഷ്ടമുള്ള ആളുകൾ, അല്ലെങ്കിൽ കുഴപ്പമില്ലാത്ത ആളുകളൊക്കെ അങ്ങനെ ചെയ്യാം കേട്ടോ. അപ്പം നമുക്ക് ഫേസ്ലെസ് ആയിട്ടുള്ള വീഡിയോസും ചെയ്യാം, ഫേസ് റിവീൽ ചെയ്തിട്ടുള്ള വീഡിയോസും ചെയ്യാം. അപ്പം ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ പുതുതായിട്ട് ചാനൽ തുടങ്ങുന്നവരൊന്ന് ശ്രദ്ധിക്കുക. നിങ്ങൾക്ക് വളരെ യൂസ്ഫുൾ ആവുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. നിങ്ങൾക്ക് വീഡിയോ യൂസ്ഫുൾ ആവുന്നുണ്ടെന്നുണ്ടെങ്കിൽ ഡു കൺസിഡർ സബ്സ്ക്രൈബ്, കമൻറ്റ് ചെയ്യുക. പിന്നെ നിങ്ങളുടെ അറിവിൽ ആരെങ്കിലും പുതിയ യൂട്യൂബ് ചാനൽ തുടങ്ങാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ, അവർക്ക് എൻ്റെ വീഡിയോ യൂസ്ഫുൾ ആവുമെന്ന് നിങ്ങൾക്ക് തോന്നുകയാണെന്നുണ്ടെങ്കിൽ അവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ താങ്ക് യു ഫോർ വാച്ചിങ്. നിങ്ങളുടെ സപ്പോർട്ട് ഇനിയും ഉണ്ടാവുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. മറ്റൊരു ദിവസം അടുത്ത വീഡിയോ ആയിട്ട് കാണുന്നവരെ ബൈ.